IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. കൊച്ചി റിനേ മെഡിസിറ്റി റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജിഷ വർഗീസാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഒരു സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് IVF എന്നൊന്ന് വിശദീകരിക്കാമോ ആദ്യമായിട്ട്? IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് ശരീരത്തിന് പുറത്ത് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതാണ്. അതായത് നമ്മൾ നോർമലി ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് എഗ്ഗും ബീജവും യോജിച്ച് ഭ്രൂണമാകുന്നതും ഭ്രൂണം ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് വളരുന്നതും നമ്മൾ ലാബിനകത്ത് വെച്ച് എംബ്രിയോളജി ലാബിനകത്ത് വെച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് സാധാരണ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു സ്ത്രീക്ക് ഒരണ്ഡമാണ് വളരുന്നതെങ്കിൽ നമ്മൾ അവരുടെ ഒവേറിയൻ റിസർവ് അനുസരിച്ചിട്ട്, അതായത് അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 to 15 eggs എങ്കിലും വളരുന്ന രീതിയിൽ കൊണാഡോട്രോപ്പിൻ ഇഞ്ചെക്ഷൻസ്, അതായത് എഗ്ഗ് വളരാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അത് ഓൺ ആൻ ആവറേജ് ഒരു 9 to 12 ഡേയ്സ് ഓഫ് ഡെയിലി ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് ഒരു 2-3 തവണ സ്കാനിങ് നടത്തിയ ശേഷം ഈ എഗ്ഗ് ഇരിക്കുന്ന അണ്ഡകുമിള അതിൻ്റെ വളർച്ച നമ്മൾ അസസ് ചെയ്യും. അതിനുശേഷം അണ്ഡകുമിള പാകം ഉള്ള വളർച്ചയായി കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ മച്ചുറേഷന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു വളരെ ചെറിയ നീഡിലിൻ്റെ സഹായത്തോടു കൂടി അൾട്രാസൗണ്ടിൻ്റെ അസസ്മെൻറ്റിൽ നമ്മൾ ഈ എഗ്ഗിരിക്കുന്ന ആ ബബിളിനകത്തെ, അതായത് അണ്ഡകുമിളയ്ക്കകത്തുള്ള ഫ്ലൂയിഡ് പുറത്തോട്ട് ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. ഈ ഫ്ലൂയിഡിനകത്താണ് എഗ്ഗ് ഇരിക്കുന്നത്. അപ്പോൾ എഗ്ഗ് നമ്മൾ ഈ ഫ്ലൂയിഡിനകത്ത് ലാബിൽ സെപ്പറേറ്റ് ചെയ്ത ശേഷം സെമൻ കളക്ട് ചെയ്ത് അതിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള മോർഫോളജിക്കലി അല്ലെങ്കിൽ ക്വാളിറ്റി വൈസ് ഏറ്റവും നല്ല സ്പേംസിനെ സെലക്ട് ചെയ്ത് എഗ്ഗിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ട്യൂബിൽ നാച്ചുറലി നടക്കുന്ന പ്രൊസീജിയർ പുറത്ത് നടത്തുന്നു. ദെൻ നമ്മൾ ഈ ഭ്രൂണങ്ങളെ 3 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് ഇൻക്യുബേറ്ററിൽ വെച്ച് കൾച്ചർ ചെയ്യുന്നു. കൾച്ചർ ചെയ്ത ശേഷം ഏതർ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് 1-2 ഭ്രൂണങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ലിക്വിഡ് നൈട്രജനിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യും. ഇത് ഇങ്ങനെ ഭ്രൂണം എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ഭ്രൂണമാണോ എന്ന് അതിൻ്റെ ഗുണനിലവാരമൊക്കെ എങ്ങനെയായിരിക്കും പരിശോധന? അത് നമ്മൾ ഓരോ സ്റ്റേജിലും, ഇപ്പോൾ ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സിന് വരുന്നു, അവർ IVFന് വേണ്ടിയിട്ട് ഡിസൈഡഡ് ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവർക്കൊരു പ്രീ IVF കൗൺസിലിംഗ് കൊടുക്കുന്നു. എലോങ് വിത്ത് അവരുടെ ഒരു ഇവാലുവേഷൻ നടത്തുന്നു. അതായത് ഒരു സക്സസ് റേറ്റ് എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ആയിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, ഒരാൾക്കുള്ള പ്രോട്ടോക്കോൾ ആയിരിക്കില്ല വേറൊരു കപ്പിളിന് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബേസിക്കലി സ്ത്രീയുടെ പ്രായം, അതുപോലെ അണ്ഡാശയത്തിലെ അണ്ഡങ്ങളുടെ എണ്ണം, AMH എന്ന് പറയുന്ന ഹോർമോൺ, FSH എന്ന് പറയുന്ന ഹോർമോൺ തുടങ്ങിയവ അസസ് ചെയ്യുന്നു. പിന്നെ പുരുഷൻ്റെ സൈഡിലാണെങ്കിൽ സെമൻ അനാലിസിസ് നടത്തുന്നു. അതിൽ ബീജങ്ങളുടെ എണ്ണം, ചലനശേഷി, നോർമൽ ഷേപ്പിലുള്ള ബീജങ്ങൾ, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന കൗൺസിലിങ്ങിൽ തന്നെ അവരുടെ ഈ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ടുള്ള ഒരു സക്സസ് റേറ്റും കൗൺസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓരോ സ്റ്റേജിലും, അതായത് നമ്മൾ ഇഞ്ചെക്ഷൻസും എഗെയിൻ ഈ സ്ത്രീയുടെ പ്രായവും അണ്ഡങ്ങളുടെ എണ്ണവും പിന്നെ എന്തുകൊണ്ട് ഇവർ IVFലോട്ട് വരുന്നു, ലൈക്ക് ഏത് കണ്ടീഷനിലാണ് IVF ചെയ്യാനുള്ള റീസൺ, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇഞ്ചെക്ഷൻ്റെ ഡോസ് തീരുമാനിക്കുന്നത്. ഓരോ പേഷ്യൻസിനും ഓരോ ഡോസ് ആയിരിക്കും. ഈ ഇഞ്ചെക്ഷൻസ് എടുക്കുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ്, അതായത് എഗ്ഗ് വളരുന്നതിൻ്റെ സ്പീഡ്, അപ്പോൾ ഹോർമോൺസ് അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യുന്നത്, ഇതെല്ലാം അസസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും, ലൈക്ക് എങ്ങനെയാണ് ഇവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ദ സൈക്കിൾ പോകുന്നത്. പിന്നെ എഗെയിൻ നമ്മൾ എഗ്ഗ് എടുത്തു കഴിയുമ്പോൾ അവ മൈക്രോസ്കോപ്പിൽ വെച്ച് അസസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് എഗ്ഗിൻ്റെ, ചെറിയ സയൻറ്റിഫിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എഗ്ഗിൻ്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യുന്നു, സ്പേമിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യും. പിന്നെ Day 1 മുതൽ, അതായത് എഗ്ഗിനകത്തോട്ട് സ്പേം ഇഞ്ചെക്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഓരോ ദിവസവും യൂഷ്വലി മൈക്രോസ്കോപ്പിൽ വെച്ച് അസസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ Day 1 ഇങ്ങനെ ആയിരിക്കണം, Day 2 ഇങ്ങനെ ആയിരിക്കണം, Day 3 ഇങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പോൾ അതിനനുസരിച്ച് എഗ്ഗ് ഭ്രൂണം വളരുന്നുണ്ടോ എന്നുള്ളത് നോക്കും. സ്വാഭാവികമായ ഗർഭധാരണം നടക്കാത്തപ്പോഴാണല്ലോ ഈ IVF ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് അതിൻ്റെ ഒരു സമയം? അതായത് 1 വർഷം കഴിഞ്ഞിട്ടാണോ, 2 വർഷം, എപ്പോഴായിരിക്കും IVFലോട്ട് ഒരാൾ കടക്കേണ്ടതെന്നാണ് ഡോക്ടർ? അത് IVFൻ്റെ ഇൻഡിക്കേഷൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ യൂഷ്വലി പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റെപ്പ് വൈസ് ആണ്. അതായത് നമ്മൾ വരുമ്പോൾ ഒരു കപ്പിളിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ ഒരു പെർ മന്ത് അവർ തന്നെ ട്രൈ ചെയ്താൽ ഉണ്ടാകുന്ന സക്സസ് റേറ്റ് എത്രയായിരിക്കും എന്ന് നോക്കുന്നു. അതിനുശേഷമാണ് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ IVF പേഴ്സെ IVFന് ഉള്ള ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ 2 സൈഡിലും ട്യൂബ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കൺസെപ്ഷനോ അല്ലെങ്കിൽ IUI പോലുള്ള സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്സോ പോസിബിൾ അല്ല. അപ്പോൾ അവർക്കൊരു ഡയറക്റ്റ് ഇൻഡിക്കേഷൻ ഫോർ IVF ആണ്. അതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, അതായത് ബീജങ്ങൾ തീരെ ഇല്ലാതിരിക്കുന്ന അസൂസ്പെർമിയ പോലത്തെ അവസ്ഥകൾ, അങ്ങനെയുള്ളവരും ഡയറക്റ്റ് ആയിട്ടുള്ള IVF ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ജനിതക പരിശോധനകൾ ചെയ്യാൻ വേണ്ടി, അതായത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ്, എംബ്രിയോയിൽ നിന്ന് ബയോപ്സി എടുത്ത ശേഷം ആ ബേബിയുടെ ജനറ്റിക് അസസ്മെൻറ്റ് നടത്തി മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് IVF മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളതൊക്കെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് IVFൻ്റെ ആണ്.
പക്ഷെ അല്ലാതെ നമ്മൾ സാധാരണയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഓവുലേഷനുള്ള മെഡിസിൻസ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് IUI പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു, അത് സക്സസ്ഫുൾ ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻഡോമെട്രിയോസിന് ബേസിക് ആയിട്ടുള്ള IUI പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടാകുന്നില്ല. PCO നമ്മളൊരു ഡെഫിനറ്റ് ടൈം ഓവുലേഷനുള്ള മെഡിസിൻസ് കൊടുത്തിട്ടാകുന്നില്ല. അങ്ങനെ പല കണ്ടീഷൻസിലും നമ്മൾ സ്റ്റെപ്പ് വൈസ് ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെടുമ്പോഴും അവസാനം ഇവർ IVF-ലോട്ട് എത്താറുണ്ട്. പല സ്റ്റെപ്പിൽ ഈ ടെസ്റ്റ് എല്ലാം നടത്തുന്നതുകൊണ്ട് ജനിതക രോഗമുള്ള കുട്ടികളെ അവരുടെ കണ്ടെത്താൻ സാധ്യമാകും. അതിനുള്ള ജനിതക രോഗമുള്ള കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് വഴി ഇപ്പം നമ്മുടെ ഒരു അടുത്ത് വരുന്ന ഒരു കപ്പിളിൻ്റെ മുമ്പ് ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു ബേബിക്ക് ഒരു ജനിതക പ്രോബ്ലം ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ യൂഷ്വലി ഇപ്പോഴത്തെ ടെക്നിക്സ് വഴി ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം ഉണ്ടായെന്നുള്ളതിന് അതിൻ്റെ ജനറ്റിക് മ്യൂട്ടേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എഗെയിൻ നമ്മൾ പേരൻസിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും. പേരൻസിൽ ആർക്കാണ് ഈ മ്യൂട്ടേഷൻ ഉള്ളത്, ആരുടെ സൈഡിൽ നിന്നാണ് ഈ മ്യൂട്ടേഷൻ ക്യാരിഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ മ്യൂട്ടേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നമ്മൾ ഇവർക്ക് IVF ചെയ്ത് എംബ്രിയോ ബയോപ്സി ചെയ്ത് ഈ സെയിം മ്യൂട്ടേഷനുള്ള എംബ്രിയോസ് കണ്ടുപിടിക്കും. അപ്പോൾ ആ മ്യൂട്ടേഷൻ ഇല്ലാത്ത നോർമൽ എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു IVF ചികിത്സയ്ക്ക് വന്നു, അത് ഫെയിലിയറായി, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ കൗൺസിലിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സക്സസ് റേറ്റ് കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് IVF ആണ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഏറ്റവും നല്ല പ്രൊഫൈലുള്ള ഒരാളിൽ പോലും IVF-ൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 70% മാത്രമാണ് മാക്സിമം പോസിബിൾ. വളരെ 70% ആണ്. അപ്പം ഇപ്പോൾ ഒരു 15% മുതൽ 70% വരെ ആയിരിക്കും ആളുകളുടെ പൊതുവെയുള്ള സക്സസ് റേറ്റ് വരിക. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ ആദ്യമേ കൗൺസിൽ ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ 50% അല്ലെങ്കിൽ 40% ആണ് സക്സസ് റേറ്റ് ഉള്ളതെന്ന് കൗൺസിൽ ചെയ്യുന്നുണ്ടാവും. യൂഷ്വലി ഒരു 50%-ന് താഴെയാണ് അവരുടെ ഒരു എസ്റ്റിമേറ്റഡ് സക്സസ് റേറ്റ് എങ്കിൽ നമ്മൾ അതിന് മുമ്പേ തന്നെ പറയും പോസിബിളി മൾട്ടിപ്പിൾ സൈക്കിൾസ് ആവശ്യമായി വന്നേക്കാം. കാരണം അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും എല്ലാം ചിന്തിക്കണം, അതുപോലെ സൈക്കോളജിക്കലി അവരെ പ്രിപ്പയർഡ് ആക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കും, ലൈക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കും. അത് ഫെയിൽഡ് ആകുമ്പോൾ സൈക്കോളജിയിലേക്ക് വളരെയധികം അപ്സെറ്റ് ആകുന്ന ആളുകളുണ്ട്. പക്ഷേ യൂഷ്വലി എന്താ വെച്ചാൽ ഈ IVF കൗൺസിലിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾക്ക് ആളുകളെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ലൈക്ക് ചില ആളുകൾക്ക് അവരുടെ കോപ്പിംഗ് മെക്കാനിസംസ്, സ്ട്രെസ്സിനോടുള്ള അവരുടെ റെസ്പോൺസ്, ഈ ട്രീറ്റ്മെൻറ്റിൽ അവരെങ്ങനെ മുന്നോട്ട് പോകും, സ്ട്രെസ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ യൂഷ്വലി നമുക്ക് വളരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സംസാരിക്കും. അല്ല കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആകുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരുടെ കോപ്പിംഗ് മെക്കാനിസംസ് അത്ര ഐഡിയൽ ആയിരിക്കില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവരെ നമുക്ക് ഇൻഹൗസ് കൗൺസിലേഴ്സ് ഉണ്ട്, കൗൺസിലറുടെ അടുത്ത് വിട്ട് അവർക്ക് കൗൺസിലിംഗ് സെഷൻസ് കൂടി ഓൺഗോയിങ് ആയിരിക്കും. അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമ്മൾ പൊതുവെ അങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യാറുള്ളത്. അവരുടെ ഒരു ഇമോഷണൽ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും. ഒരു പരിധിവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ബിക്കോസ് നമ്മൾ അവരെ ഒരു വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സക്സസ് റേറ്റ് കൗൺസിൽ ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ IVF വന്നിട്ട് ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അങ്ങനെ വല്ലതും സജസ്റ്റ് ചെയ്യുന്നുണ്ടോന്നോ? ആക്ച്വലി IVF ആണ് ഏറ്റവും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് IVF സൈക്കിൾ അൺസക്സസ്ഫുൾ ആയി, അതായത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷവും പ്രഗ്നൻസി ആയില്ലെങ്കിലും നമുക്ക് കുറച്ച് സ്റ്റഡീസ് അവൈലബിൾ ആണ്. മേ ബി ഓവർ ദ നെക്സ്റ്റ് 3 years നമുക്കൊരു 20% ഒക്കെ സക്സസ് റേറ്റ് വരുന്നതുണ്ട്. പക്ഷേ അത് എഗെയിൻ ഡിപ്പെൻഡിങ് അപ്പോൾ ഏത് കണ്ടീഷനിലാണ് നമ്മൾ IVF ചെയ്യുന്നതെന്നനുസരിച്ചിട്ടിരിക്കും. അതായത് ഇപ്പോൾ സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടറിന് ആണ് നമ്മൾ IVF ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഒബ്സ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് IVF ചെയ്തതെങ്കിലൊക്കെ പിന്നെ തന്നെ പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത IVF ഫെയിൽഡ് ആയാൽ കുറവായിരിക്കും. അതേസമയം അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പം IUI ചെയ്തിട്ട് ഫെയിൽഡ് ആയിട്ടാണ് IVF ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ മൈൽഡ് മെയിൽ ഫാക്ടർ ചെറിയ രീതിയിലുള്ള സെമനിലുള്ള പ്രോബ്ലംസേ ഉള്ളെന്നുണ്ടെങ്കിൽ, പിന്നെ PCO പേഷ്യൻസൊക്കെ ഇടയ്ക്ക് നല്ലപോലെ വെയിറ്റ് എല്ലാം കുറച്ച് അവരുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നെ കൺസീവ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഏകദേശം ഒരു 12 to 15% ആണ് ഓവർ 3 years ഫോളോ അപ്പ് സ്റ്റഡീസ് പറയുക. അതാണ് ഉള്ളൂ, അതിൽ കൂടുതലായിട്ടില്ല. പിന്നെ മോസ്റ്റ്ലി നമ്മൾ അവരുടെ അടുത്ത് പറയുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സൈക്കിളിൽ പോകുന്നത് തന്നെയാണ്. അപ്പം ഈ നെക്സ്റ്റ് സൈക്കിളിലോട്ട് പോകുമ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എത്രത്തോളം ഈ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് തേർഡൊക്കെ വരുമ്പോൾ സക്സസ് റേറ്റ് വരുന്നുണ്ട്? ആക്ച്വലി നമ്മുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് 3 സൈക്കിൾസിൽ നമുക്ക് എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് IVF-ന് പോകുന്നു അതിനനുസരിച്ച് നമുക്കൊരു സക്സസ് റേറ്റ് ഉണ്ടാവുമല്ലോ, സെയിം സക്സസ് റേറ്റ് തന്നെ അപ് ടു 3 സൈക്കിൾസ് ലഭിക്കുന്നതാണ്. പക്ഷേ ആഫ്റ്റർ 3 സൈക്കിൾസ് മേ ബി
നമ്മുടെ സക്സസ് റേറ്റ് കുറയുന്നുണ്ട്, നല്ലപോലെ കുറയുന്നുണ്ട്. അപ്പോൾ ഒരു 3 സൈക്കിൾ വരെ നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി IVF കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എഗെയിൻ അവിടെയുണ്ട് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് എഗ്ഗ് പുറത്തെടുക്കുമ്പോൾ വളരെ അബ്നോർമൽ ആയിട്ടുള്ള oocyte മോർഫോളജി, അതായത് oocyteൻ്റെ സ്ട്രക്ചർ പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്പേമിൻ്റെ സ്ട്രക്ചർ പ്രശ്നമാണ്. ICSI എന്ന് പറയുന്നത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി സ്പേം ഇഞ്ചക്ട് ചെയ്യുന്ന ടെക്നിക്ക് ചെയ്തിട്ടും ഫെർട്ടിലൈസേഷൻ അതായത് എംബ്രിയോ ആകുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ നമുക്കറിയാം ലൈക്ക് ഇത് മൾട്ടിപ്പിൾ സൈക്കിൾസിലോട്ട് പോയിട്ടും IVF കൊണ്ട് പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത്. ദെൻ ദേ മേ ഹാവ് ടു അഡോപ്റ്റ് ഫോർ ലൈക്ക് അഡോപ്ഷനോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഡോണർ ഗ്യാമേറ്റ്സ് പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് എത്രത്തോളം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട് അതിൻ്റെ ഒരു? ആക്ച്വലി ഇന്ത്യയിൽ ഇപ്പം ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഹയർ എൻഡ് ട്രീറ്റ്മെൻറ്റ്സും IVFൽ അവൈലബിൾ ആണ്. ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ നല്ല രീതിയിലുള്ള ടെക്നോളജീസും ഇന്ത്യയിലും കേരളത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ IVF തുടങ്ങിയത് 1978 ഫസ്റ്റ് ബേബി ജനിച്ചത്. അപ്പോൾ അതിനുശേഷം ഓവർ ഇയേഴ്സ് ഈ വിട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ അവരെ ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ ചില ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ കുറേ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പണ്ടൊരു 25 to 30% എന്ന് പറഞ്ഞ സക്സസ് റേറ്റ് അല്ലെങ്കിൽ ലൈവ് ബർത്ത് റേറ്റ് ഇപ്പോൾ ഇതൊരു 60%, 65% എത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയിലും ആക്ച്വലി അവൈലബിൾ ആണ്. കേരളത്തിലെ കാര്യം എടുത്ത ഈ IVFനോട് എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്? ഒരു റെസിസ്റ്റൻസ് ഉണ്ടോ പൊതുവെ? ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി 2 രീതിയിലുള്ള റെസ്പോൺസും കാണാറുണ്ട്. ചില ആളുകളുണ്ട് ലൈക്ക് 1 ഇയർ ട്രൈ ചെയ്തു, അല്ലെങ്കിൽ 1 ഇയർ ആയിട്ട് മാരേജ് കഴിഞ്ഞു, ഒരു 6 മന്ത്സ് ട്രൈ ചെയ്തു, ആകുന്നില്ല, ഇനി അധികം ഞങ്ങൾക്ക് വേറെ രീതിയിലൊന്നും ട്രീറ്റ്മെൻറ്റിന് പോകണ്ട, ഡയറക്റ്റ്ലി IVF ആണല്ലോ ഏറ്റവും സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി IVFന് പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. IVFനോട് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് പക്ഷേ കുറച്ചൊക്കെ റിലീജിയസ് ബിലീഫ്സിൻ്റെ ഇതുണ്ട്, പിന്നെ കുറച്ച് സോഷ്യൽ ഫിനാൻഷ്യൽ ഡെഫിനറ്റ്ലി ഉണ്ട്, സോഷ്യൽ ഒരു ഇതുണ്ട്. അതായത് നമ്മൾക്കൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സിന് പോകേണ്ടി വരുന്നത്, അപ്പം പുറത്താരും അറിയരുത് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. പിന്നെ പേരൻസും ഇത് കുറച്ച് കൺസർവേറ്റീവ് ആണെങ്കിൽ അവരും വെച്ചാൽ അവർക്കിതിന് IVF എന്ന് പറയുമ്പോൾ പുറത്ത് കുട്ടി വളരുന്നോ അങ്ങനെയൊക്കെ കുറേ കൺസെപ്റ്റ്സ് മീൻസ് ഇതല്ല, സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഇതുമായിട്ട് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടുള്ള അവരുടെ സൈഡിൽ നിന്നുള്ള എതിർപ്പുകൾ അങ്ങനെ ഉണ്ട്. ഒരു മിക്സ്ഡാണിപ്പം. പക്ഷെ കുറേ കൂടി ഇപ്പം പെട്ടെന്ന് IVFലോട്ട് വരുന്ന ആളുകളുടെ ഒരു കാറ്റഗറി കൂടിയിട്ടുണ്ട്. അധികം വെയിറ്റ് ചെയ്യാതെ ബിക്കോസ് അവർക്ക് പെട്ടെന്ന് സക്സസ് റേറ്റ് വരണം, ഇതാണല്ലോ എളുപ്പം, ടൈം ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഈ IVFലൂടെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഈ 9 months അത്രയും സമയം റെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല IVFൽ ആക്ച്വലി നമ്മൾ ഈവൻ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് പോലും ബെഡ് റെസ്റ്റ് പറയുന്നതേ ഇല്ല. ബെഡ് റെസ്റ്റ് അതായത് റിസൾട്ട് അറിയുന്നവരെയോ അല്ലെങ്കിൽ സെയിം ഡേയോ ഒന്നും ബെഡ് റെസ്റ്റ് ഒരിക്കലും IVFന് ആവശ്യമില്ല. ആക്ച്വലി നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് വരുന്നതാണ് സ്റ്റഡീസ് പറയുക. ബിക്കോസ് നമ്മൾ ജനറലി നമ്മൾ എന്തെങ്കിലും രീതിയിൽ എക്സേർട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ബ്ലഡ് സപ്ലൈ കൂടുന്നതും നമ്മൾ കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്നതൊക്കെ. അപ്പം ബെഡ് റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. ബട്ട് ഓൺലി തിങ് ഈസ് സ്ട്രെയിൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതായത് മെൻ്റലി ഫിസിക്കലി സ്ട്രെയിൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ട്വിൻസ് ഉണ്ടാകുന്ന കൂടുതൽ IVFൽ വരുന്നുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും? അത് ആക്ച്വലി നമ്മൾ എത്ര എംബ്രിയോസ് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ട്വിൻസിൻ്റെ ചാൻസ് വരിക. ഇപ്പോൾ ഒരു സിംഗിൾ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ട്വിൻസിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഒരു 2% താഴെയേ ഉള്ളൂ, 1.5% അടുപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ 2 നല്ല എംബ്രിയോസ് Day 3 എംബ്രിയോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വിന്നിങ്ങിൻ്റെ സാധ്യത ഒരു 20 to 25%. 3 ട്രാൻസ്ഫർ ചെയ്ത ഒരു 35% നമ്മൾ യൂഷ്വലി ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും തന്നെ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരിത്. പക്ഷേ ഈ ട്വിന്നിങ്ങിൻ്റെ റേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെ റേറ്റ് നമ്പർ ഓഫ് എംബ്രിയോസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഒത്തിരി ടെസ്റ്റുകളിലൂടെ ഒക്കെ കടന്നാണല്ലോ പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഇത് വരാൻ എന്തെങ്കിലും വൈകല്യം സാധാരണ സംഭവിക്കുന്ന എന്തെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ടോ, അതോ അതൊക്കെ തടഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്? അല്ല, അങ്ങനെ അല്ല. നമ്മൾ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൺജെനിറ്റൽ അനോമലിയുടെ നോർമലി നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 3% എന്നാണ് പറയുന്നത്. അതായത് 100 കുട്ടികളുണ്ടാകുമ്പോൾ 3 പേർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെന്ന് പറയും. അത് IVFൽ ഒരു +1% ഉണ്ട്, എക്സ്ട്രാ ആണ്, 4% ഉണ്ട്. പിന്നെ നമ്മൾ IVFൽ കുറച്ചുകൂടി ഡൗൺ സിൻഡ്രോം പോലെയുള്ള അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസിൻ്റെ സ്ക്രീനിങ് കുറച്ചുകൂടി
സ്ട്രിക്റ്റർ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈക്ക് ഇപ്പം ആക്ച്വലി ഡൗൺ സിൻഡ്രോമിൻ്റെ ഇതൊക്കെ യൂണിവേഴ്സലി എന്ന് പറഞ്ഞാൽ ഒരു പോളിസി ആയിട്ട് വന്നിട്ടില്ല ഡെഫിനറ്റ്ലി, ബട്ട് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിനും നമ്മൾ കൗൺസിൽ ചെയ്യാറുണ്ട്. IVF കപ്പിൾസിൽ എസ്പെഷ്യലി 35 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ NIPT പോലുള്ള ടെസ്റ്റുകളും എക്സ്ട്രാ ആയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് സ്ക്രീൻ ചെയ്യാനായിട്ട്. ലോങ് ടേമിൽ ഇതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? IVF ചെയ്യുന്നതുകൊണ്ടോ? ഇല്ല, ലോങ് ടേം സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ആക്ച്വലി ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മൂഡ് സ്വിങ്സ്, ബ്ലോട്ടിങ്, ഹെഡ് ഏക്ക് അങ്ങനെ കുറച്ച് വരാം. പിന്നെ നമുക്ക് എഗ്ഗിൻ്റെ നമ്പർ കൂടിയൊന്ന ആൾ, എസ്പെഷ്യലി PCO ഉള്ള പേഷ്യൻസിനൊക്കെ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ, അതും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള രീതിയിലേ വരത്തുള്ളൂ. പക്ഷേ അതൊക്കെ വളരെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷനിലുള്ള കാര്യങ്ങളാണ്. ലോങ് ടേം സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. കുട്ടിയുടെ ഹെൽത്ത് ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യുമല്ലോ. അതെ, നമ്മൾ പ്രഗ്നൻസിയിൽ ആക്ച്വലി പ്രഗ്നൻസി ബൈ ഒരു IVF വഴി കൺസീവ് ചെയ്യുന്നൊരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് സെൽഫ് ഒരു ഹൈ റിസ്ക് പോലെ കാറ്റഗറിയിലോട്ട് വരും അത്. അപ്പോൾ അതിൽ വേണ്ട എല്ലാ സ്ക്രീനിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ജനറ്റിക് സ്ക്രീനിങ്, ജനറ്റിക് ഹിസ്റ്ററി ഉണ്ട്, എന്തെങ്കിലും ജനറ്റിക് ഡിസീസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസിയിൽ ചെയ്യുന്ന സ്ക്രീനിങ്സ്, കൺജെനിറ്റൽ അനോമലീസിൻ്റെ സ്ക്രീനിങ് ചെയ്യും. നോർമൽ ഡെലിവറി അല്ലാതെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫോളോ അപ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ IVF? നമ്മളിവിടെ നമ്മുടെ സെൻറ്ററിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ടിൽ ഡെലിവറി നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ലൈക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് അല്ലെങ്കിൽ പ്ലാസെൻ്റൽ അബ്നോർമാലിറ്റീസ്, കുട്ടിയുടെ ഗ്രോത്ത് കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുണ്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് ഡോക്യുമെൻറ്റും ചെയ്യുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ ഡെലിവറിയും അപ് ടു 3 ഇയേഴ്സോളം നമ്മൾ ന്യൂറോ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് പാർട്ട് ഓഫ് നമ്മുടെ സെൻറ്ററിൻ്റെ ഒരു പോളിസി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണത്. ഇപ്പോൾ ഒരു IVF ഫെയിലിയറിന് അതിൻ്റെ പിറകിൽ എന്തായിരിക്കും കാരണങ്ങൾ സ്വാഭാവികമായും ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്? എഗെയിൻ നമ്മൾ സക്സസ് റേറ്റ് എംബ്രിയോ അന്യൂപ്ലോയിഡി ആണ്, അതായത് ക്രോമസോമിൻ്റെ കറക്റ്റായിട്ടുള്ള എംബ്രിയോസ് അല്ലാതിരിക്കുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന IVFൻ്റെ സക്സസ് റേറ്റ് കുറയാനുള്ള റീസൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എംബ്രിയോയുടെ അന്യൂപ്ലോയിഡ് ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വെക്കുന്ന എംബ്രിയോസ് ഉണ്ട്. അതായത് ഈ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് നമുക്ക് അന്യൂപ്ലോയിഡ് നോക്കാനായിട്ടും യൂസ് ചെയ്യാം. അത് യൂഷ്വലി റിക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് വരുന്നവരിൽ, അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ഏജ് വരുന്നവരിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വെക്കുന്ന യൂപ്ലോയിഡ് എന്ന് പറയുന്നത് ക്രോമസോമിലി നോർമൽ ആയിട്ടുള്ള ഒരു എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാനുള്ള ചാൻസ് സിംഗിൾ എംബ്രിയോ വയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് 70% എപ്പോഴും 30% നെഗറ്റീവാണ്. അപ്പോൾ അത് എംബ്രിയോയുടെ ഇംപ്ലാന്റേഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ എൻഡോമെട്രിയവും എംബ്രിയോയും തമ്മിലുള്ള ആ ഡയലോഗ് വളരെ ഹാർമോണിയസ് ആയിട്ട് പോയാൽ മാത്രമേ ആ ഇംപ്ലാന്റേഷൻ നടക്കത്തുള്ളൂ. അത് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്താറുള്ളത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിലിയറിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റഡീസ് പറയുന്നത് ട്രൂ ഇംപ്ലാന്റേഷൻ ഫെയിലിയേഴ്സ് വളരെ റെയറാണ്, അറൗണ്ട് 5% ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് പറയുന്നതും. ഇപ്പോൾ ഒരു കപ്പിള് ഇത് ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരികയാണെങ്കിൽ അവരുടെ ഈ ലൈഫ് സ്റ്റൈൽ അത് ഇതിവിടെ കണക്കെടുക്കും, അതായത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഈ IVFന് മുമ്പ്? അതെ, തീർച്ചയായിട്ടും IVFന് മുമ്പ് നമ്മൾ മാക്സിമം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. എസ്പെഷ്യലി സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് ഇൻടേക്ക് ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെഡിക്കൽ പ്രോബ്ലംസിന് ഡ്രഗ് കഴിക്കുന്ന ചില തരത്തിലുള്ള ഡ്രഗ്സ് നമുക്ക് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യലിനെയോ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഉപയോഗം മാറ്റാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള ഡ്രഗ്സിലോട്ട് മാറ്റിയ ശേഷമാണ് നമ്മൾ കൺസെപ്ഷന് പറയാറുള്ളത്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക, മാക്സിമം ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് എൻഷുർ ചെയ്യുക, ഒരു 6 to 7 hours എങ്കിലും. അതുപോലെ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു 30 minutes എക്സസൈസ് ചെയ്യുക. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പറയാറുണ്ട്. അതുപോലെ ഹോർമോണൽ ഇംബാലൻസുകൾ ഉള്ള കണ്ടീഷൻസ്, PCO പോലുള്ള കണ്ടീഷൻസിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് കുറയ്ക്കുക, ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളും പറയാറുണ്ട്. ഇത് ആദ്യ കാലഘട്ടത്തെക്കാട്ടിൽ എത്ര ആളുകൾ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിന് മുന്നോട്ട് വരുന്ന അന്നത്തെക്കാട്ടിലും അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെ, അതിലൊത്തിരി കൂടിയിട്ടുണ്ടോ ഇപ്പം? ഡെഫിനറ്റ്ലി മുന്നോട്ട് വരുന്നതിൽ കുറേ കൂടി കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടി അവയർനെസ് കൂടുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ആളുകൾ ഓക്കെ ആകുന്നത്, അഫോർഡബിൾ ആവുന്നത്, സ്ത്രീകൾ കുറച്ചുകൂടി ഫിനാൻഷ്യലി അഫോർഡബിൾ ആകുന്നതും എല്ലാം എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അതേ ടെക്നോളജി തന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത്? അതെ, എല്ലാ ടെക്നോളജീസും അവൈലബിൾ ആണ്.
ഡോക്ടർ, ഇപ്പോൾ ഈ IVF ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? അതായത് ചിലരൊക്കെ ഇത് താല്പര്യം ഉണ്ടാവും, പക്ഷെ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അവരോട് ആയിട്ട് എന്താ പറയാനുള്ളത്? IVF നമ്മൾക്ക് IVF ആണ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഓക്കെയാണ്, IVF അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വൈകിക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം IVFൻ്റെ സക്സസ് റേറ്റിൻ്റെ ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ ഏജും പ്ലസ് ഓവറിലെ അണ്ഡങ്ങളുടെ റിസർവുമാണ്. അപ്പോൾ ഈ റിസർവ് എഗെയിൻ വളരെയധികം ഏജിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് IVF ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മൾ ക്ലിനിക്ക് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ അടുത്ത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇനീഷ്യലി മുതൽ സക്സസ് റേറ്റ് ആണെങ്കിലും അതുപോലെ ഗ്യാമേറ്റ്സിൻ്റെ എഗ്ഗിൻ്റെയും സ്പെർമിൻ്റെയും ക്വാളിറ്റി, എംബ്രിയോയുടെ ക്വാളിറ്റി, ട്രാൻസ്ഫർ ചെയ്യുന്ന എംബ്രിയോസിൻ്റെ നമ്പർ, എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്ലിനിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് IVF തന്നെയല്ലേ? അതെ, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് IVF അല്ലെങ്കിൽ IVFൻ്റെ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ICSI എന്ന് പറയുന്നത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് IVF ഫെയിലിയർ ആയാൽ അടുത്ത ട്രീറ്റ്മെൻറ്റിന് അവർ സെക്കൻഡ് ടൈം വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അവരോട് സജസ്റ്റ് ചെയ്യാനുള്ളത്? നമ്മൾക്ക് ഒരു തവണ IVF ചെയ്യുമ്പോൾ നമ്മളൊരു ക്ലിനിക്കൽ IVF ചെയ്യുമ്പോൾ എസ്പെഷ്യലി വളരെ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ IVF ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഇന്ന ഡോസ് ഓഫ് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റെസ്പോൺസ് ഇങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ട്രിഗർ ഇന്ന സമയത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇന്ന രീതിയിലുള്ള ട്രിഗർ കൊടുത്തു കഴിയുമ്പോൾ റെസ്പോൺസ് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ നമ്മുടെ സെയിം സെൻറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സെൻറ്ററിൽ നിന്ന് ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്നവരാണെങ്കിലും ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് നെക്സ്റ്റ് സൈക്കിള് വളരെ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു കാര്യം. പിന്നെ നമ്മൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫെയിൽ ചെയ്യുന്ന ആളുകൾ, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ പോലുള്ള ആളുകളിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള APLA സിൻഡ്രോം, ആൻറ്റിഫോസ്ഫോലൈപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം, അതുപോലെ ജെനറ്റിക് സ്ക്രീനിങ്, ബിക്കോസ് ഇതുപോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ ക്രോമസോം അതിൻ്റെ പോർഷൻസ് മാറിയിരിക്കുന്ന ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനത്തെ കപ്പിൾസിൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ യൂട്രസിനകത്തുള്ള ചെറിയ രീതിയിലുള്ള മൈനറായിട്ടുള്ള അബ്നോർമാലിറ്റീസും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇവാലുവേഷൻ നടത്തിയ ശേഷം നെക്സ്റ്റ് സൈക്കിളിന് പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഇത്രയും നേരം വളരെ അറിവ് പകരുന്ന ഒരു സംഭാഷണമായിരുന്നു. വളരെ നന്ദി. താങ്ക്സ്.